വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ നികുതി ചുമത്താൻ അമേരിക്കൻ നീക്കം. ഇതിനായി അമേരിക്കയെ പിന്തുണയ്ക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളോട് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ആവശ്യപ്പെട്ടു. റഷ്യയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ഏർപ്പെടുത്താനാണ് പുതിയ നീക്കം. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, വളരെ സുപ്രധാനമായ ഒരു നീക്കത്തിലേക്ക് അമേരിക്ക പോകുന്നു. അത് എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ എന്ന് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ് ഇന്ത്യയെ പ്രകീർത്തിച്ചൊക്കെ ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങൾ, പരാമർശങ്ങൾ. അതോടൊക്കെ ഒരുപക്ഷെ വിലയിരുത്തലുണ്ടായത് വീണ്ടും അമേരിക്ക ഒരു പുനർവിചിന്തനത്തിന് വിധേയമായേക്കാം, പിന്നോട്ട് പോയേക്കാം എന്നൊക്കെയാണ്. പക്ഷെ ഇതിപ്പോൾ അങ്ങനെയല്ല. വീണ്ടും ഒരു ഇരുട്ടടി അല്ലെങ്കിൽ വീണ്ടും ഒരു അടി തരാൻ അമേരിക്ക ഒരുങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇത്തരത്തിലൊരു തീരുമാനത്തിനും നീക്കത്തിനും പിന്നിൽ? ഏറെക്കുറെ അങ്ങനെ ചിന്തിക്കേണ്ടി വരും പൊജിൻ. കാരണം അമേരിക്കയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വലിയ സാമ്പത്തിക വിദഗ്ധരിൽ നിന്ന് വരുന്നൊരു സാഹചര്യത്തിലാണ് താരിഫിൽ പുതിയ നീക്കങ്ങളുമായി അമേരിക്ക മുന്നോട്ട് വരുന്നു ഒക്കെ എന്ന കാര്യം വരുന്നത്. അത് ഇതിലേറ്റവും പ്രധാനം റഷ്യയ്ക്ക് മേൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ റഷ്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക എന്നൊരു മറുതന്ത്രമാണ് അമേരിക്ക പ്രയോഗിക്കുന്നത്. സ്വാഭാവികമായും അമേരിക്ക ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളത് മറ്റ് ലോകരാജ്യങ്ങളെ, ഇപ്പോൾ റഷ്യയും ചൈനയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ വലിയൊരു ധ്രുവത്തിലേക്ക് പോകുന്നു. അത് മറ്റൊരു പല രൂപത്തിൽ അമേരിക്കയെ പ്രതിരോധത്തിലാക്കും, പ്രത്യേകിച്ച് സാമ്പത്തികമായി. അതിനെ മറികടക്കണമെങ്കിൽ സ്വാഭാവികമായും റഷ്യയെ പ്രതിരോധത്തിലാക്കുക, അതിനെന്ത് ചെയ്യാൻ പറ്റുമോ അതാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യാൻ പോകുന്നത്. റഷ്യയെ പ്രതിരോധത്തിലാക്കണമെങ്കിൽ സ്വാഭാവികമായും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ നികുതി ഏർപ്പെടുത്തുക. അങ്ങനെ ആ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിന്മാറുക. അങ്ങനെ റഷ്യക്ക് സാമ്പത്തിക നഷ്ടം വർദ്ധിപ്പിക്കുക. അങ്ങനെ റഷ്യയെ പ്രതിരോധത്തിലാക്കുക, റഷ്യ ഇക്കാര്യങ്ങളിൽ നിന്നും പിന്നോട്ടെടുപ്പിക്കുക. അത് മാത്രമല്ല, അമേരിക്കയുമായി ബന്ധമുള്ള മറ്റ് രാജ്യങ്ങളെ, യൂറോപ്യൻ രാജ്യങ്ങളെ മുഴുവൻ, അതാണ് സ്കോട്ട് ബെസന്റിന്റെ പ്രസ്താവനയിൽ പറയുന്നത്, യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയ്ക്കൊപ്പം നിൽക്കേണ്ടതുണ്ട്. റഷ്യയെ പിന്തുണയ്ക്കുന്നതിനും പിന്മാറണം. റഷ്യക്ക് സാമ്പത്തികമായി മെച്ചമുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഈ രാജ്യങ്ങളെല്ലാം പിന്മാറണം. നിങ്ങളെല്ലാവരും അമേരിക്കയ്ക്കൊപ്പമാണ് ചേരേണ്ടത്, അമേരിക്കൻ നയങ്ങൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിന്ന് പിന്മാറണം. അതിനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന നിർദ്ദേശമാണ് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറിയാണ് ഇക്കാര്യത്തിൽ. നേരത്തെ നമുക്കറിയാം, മുൻകാലങ്ങളിൽ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിമാരും ആഭ്യന്തര സെക്രട്ടറിമാരുമാണ് നിലപാട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നേരിട്ട് വന്ന് പറയുന്നത് അമേരിക്കയുടെ ട്രഷറി കാര്യ സെക്രട്ടറിയായ സ്കോട്ട് ബെസന്റ് തന്നെയാണ്. അതായത് സാമ്പത്തികമായി കൂടുതൽ ഉപരോധം റഷ്യയ്ക്ക് മുകളിൽ ഏർപ്പെടുത്തുക, സാമ്പത്തികമായി എങ്ങനെയെല്ലാം അമേരിക്കയ്ക്ക് മെച്ചപ്പെടാൻ കഴിയുമോ അതിനുള്ള സാധ്യതകൾ ഉപയോഗിക്കുക എന്ന കാര്യമാണ് ഇപ്പോൾ അമേരിക്ക ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് റഷ്യയെ പ്രതിരോധത്തിലാക്കുന്നു. റഷ്യയിൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ നികുതി ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അക്കാര്യത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിന്നും പിന്മാറും. അങ്ങനെ റഷ്യയുടെ സാമ്പത്തിക സോഴ്സ് അടയും. പകരം അമേരിക്കയിലേക്ക് തന്നെ അവർ തിരിച്ചു പോകും, അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കും എന്നൊരു ധാരണയിലാണ് അമേരിക്ക ഇക്കാര്യങ്ങളിലേക്ക് പോകുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പൊജിൻ. ശരി, ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.